വല്ലൂരിൻ്റെ മറ്റൊരു സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യ ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഡെലിവറികളൊക്കെ ഡെലിവേർഡ് ആവുന്നത്. അത് കാരണം കൊണ്ട് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ഡെലിവറികളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പൊതികൾ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം തന്നെ തുറന്നു നോക്കുന്ന ശീലം എനിക്ക് പണ്ട് മുതലേ ഉണ്ട് കേട്ടോ. നമ്മുടെ സെയിൽ വന്ന സമയത്ത് ഈ കഫ്താനുകൾക്ക് ഭയങ്കര വില കുറവ് കണ്ടു കേട്ടോ. 100, 150 രൂപയൊക്കെ വിലയിൽ കണ്ടപ്പോൾ ഞാൻ ചാടിക്കേറി മേടിച്ചതാണ്. പക്ഷേ ഇട്ട് നോക്കുമ്പോഴാണ് ആ ഒരു സത്യാവസ്ഥ തിരിച്ചറിഞ്ഞത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് നോക്കിയാലോ. ഇതാണ് കേട്ടോ ആദ്യത്തെ കഫ്താൻ എന്ന് പറയുന്നത്. ഇതൊരു പോളിസ്റ്റർ മെറ്റീരിയലാണ്. നിങ്ങൾ കുറേ പേര് ഷോർട്സ് കണ്ടിട്ടുണ്ടാവൂല്ലേ. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയും ഭയങ്കര എലഗന്റ് ആയിട്ട് മേത്തിങ്ങനെ ചേർന്ന് നിൽക്കുന്ന പോലെയുള്ള ഒരു തുണിയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഫോൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കണ്ടടാ ഇവിടെ ഭയങ്കര ടൈറ്റാ. ഇതിങ്ങനെ ഗർഭരണികളുടെ പോലെ നിൽക്കും. ഐ മീൻ ഗർഭിണികളുടെ പോലെ നിൽക്കും. ഇത് എല്ലാതും ഈ ഒരു കണ്ടീഷനിലായിരുന്നു കേട്ടോ. പോളിസ്റ്റർ ആയ കാരണം കൊണ്ട് നമുക്ക് മേത്ത് കിടക്കുന്നുണ്ടെന്നുള്ള ഫീലൊന്നുമില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഫിറ്റിംഗ് ശരിയല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ ഇടുക? അത് കാരണം കൊണ്ട് എല്ലാം ഞാൻ റിട്ടേൺ ചെയ്യാണ് ചെയ്തത്. എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളും നല്ല കംഫർട്ടബിളും ഒക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ നോട്ടും വരുന്നത് കറക്റ്റ് നമ്മുടെ ചെസ്റ്റ് ഏരിയയിലാണ്. അപ്പോൾ നമുക്കത് ഇടാൻ പറ്റില്ല ട്ടോ. ഒന്നോ രണ്ടോ സൈസ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അൾട്ടർ ചെയ്ത് ഇടാൻ പറ്റും. മാത്രമല്ല കഫ്താനായ കാരണം കൊണ്ട് സൈഡിൽ കൂടെ ഒരു അടി അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആണ് ട്ടോ. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. പക്ഷേ ഈ സാധനം ഒരു ഗർഭിണികളായ പോലെ ഇങ്ങനെ നമ്മൾ നിൽക്കണം. ഇങ്ങനെ നിൽക്കണം. ഇതാണ് നമ്മുടെ 4 ഡ്രസ്സ്. 4 നമുക്ക് റിട്ടേൺ അയക്കാം. നമ്മുടെ ഫാമിലിയിൽ കുറേ ചേച്ചിമാർ ഡെയിലി ജോലിക്ക് പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാനായിട്ട് ഭയങ്കര ഇട്ടുന്ന് തോന്നാത്ത ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ പോലത്തെ മൈൻഡുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു 5 ഡ്രസ്സാണ് കേട്ടത്. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. പോളിസ്റ്റർ ആണ്. നല്ല തണുപ്പുള്ളപ്പോഴൊക്കെ ഇടാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ പോലെ ചൂടൊരു പ്രശ്നമില്ല എന്നുള്ളവർക്കും ഈ ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിളിൻ്റെ പുറകെ പോകുന്നവർക്കും അടിപൊളി സംഭവമാണിത്. കാണിച്ചു തരാം കേട്ടോ. ഇട്ട് കാണിച്ചു തരാം. അന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ചുരിദാറുകളും ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചുരിദാറുകൾ കിടുക്കാച്ചിയായിരുന്നു കേട്ടോ. ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വെറുത്താണ് കേട്ടോ. കാരണം 100, 150 രൂപയിൽ താഴെയാണ് എല്ലാ ചുരിദാറുകൾക്കും വന്നിട്ടുള്ളൂ. നല്ലൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചൂട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ പോളിസ്റ്റർ മെറ്റീരിയൽ ആയ കാരണം കൊണ്ട് ഉപയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലൊക്കെ നല്ല പ്രസൻറ്റബിൾ ആയിട്ട് നിൽക്കണം എന്നുള്ളത് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര കംഫർട്ടബിൾ ആണെടാ. നമ്മുടെ മേത്തിങ്ങനെ ഇട്ടുണ്ടെന്നേ തോന്നില്ല. അത്ര അടിപൊളിയാണ്. ഞാനൊരു വിധത്തിൽ വയറൊക്കെ കുറച്ചുകൊണ്ട് വരികയായിരുന്നു. പക്ഷേ ഈ ഡ്രസ്സ് ഇടുമ്പോഴല്ല മറ്റേ ഡ്രസ്സ് ഇട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു വയറിങ്ങനെ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് നോക്കണമെന്ന് തോന്നിയത്. ഇതിപ്പോൾ കൈയൊക്കെ ഒന്നും കൂടെ ഷേപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും കേട്ടോ. പിന്നെ എല്ലാം ബ്ലാക്കായി പോയി എന്നുള്ളത് വേറൊരു പ്രത്യേകത. മാത്രമല്ല ബോട്ടം ഇട്ടിരിക്കുന്നതും ഒരു പോളിസ്റ്ററാണ്, ഇലാസ്റ്റിക് ആണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രൊഡക്റ്റ്. ഇത് കുഞ്ഞൻ കൊണ്ടുപോയി. ഇപ്പോൾ ചേച്ചിയാണ് കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞത് കടയിലേക്ക് ഇട്ടിട്ട് പോകാനായിട്ട് ഇതുപോലത്തെ കുറച്ച് ചുരിദാറുകളൊക്കെ വേണം, നീ മേടിക്കണമെങ്കിൽ എനിക്കും കൂടെ മേടിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ചേച്ചിക്ക് 3-4 എടുക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒക്കെ ബ്ലാക്ക് ആയി പോയി എന്നുള്ളതാണ് അതിലത്തെ ഒരു ട്രാജഡി എന്ന് പറയുന്നത്. എന്നാലും ബ്ലാക്ക് എനിക്ക് ഇഷ്ടമുള്ള കളറായ കാരണം ഒരു ബ്ലാക്ക് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ളതൊക്കെ ചേച്ചിക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏത് ഡ്രസ്സാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. അച്ഛനെ ഇവിടെ പണി. ഇപ്പം നമ്മുടെ ഇവിടെ നനയ്ക്കലാണ് അച്ഛൻ്റെ മെയിൻ പണി. ഈ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ പപ്പയും വാഴയും നട്ടതും ഒക്കെ നനയ്ക്കണം. എനിക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടാ പുറത്ത് പോകാനുണ്ടായിരുന്നു, പർച്ചേസിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ഛൻ എനിക്ക് വേണ്ടി കരിക്കൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ തേങ്ങയിടുന്ന ദിവസം ഒരു കൊല കരിക്ക് എക്സ്ട്രാ അങ്ങോട്ട് ഇടും നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ തേങ്ങയ്ക്കൊക്കെ ഇപ്പം എന്താ വില അല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ കരിക്ക് കുടിക്കാനുള്ള മനസ്സേ ഉണ്ടാവാറില്ല. എങ്കിലും വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യം പോലെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ശ്രീകുട്ടനെ ഞാൻ 2-3 കരിക്കൊക്കെ വെട്ടി കുടിച്ചു കേട്ടോ. ഇന്ന് വൈകുന്നേരം നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. നാളെ ഞങ്ങളൊരു കുഞ്ഞ് ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. ഒരു ഗേൾസ് ഓൺലി ട്രിപ്പ്. അമ്മയും ചേച്ചിയും ഞാനും പിന്നെ ഞങ്ങളുടെ ഒരു സംഘമാണ് പോകുന്നത്, ഗേൾസ് മാത്രമായിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി കൂട്ടാണ്. ഈ ആഴ്ച ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ചാക്കിലേക്ക് നിറയ്ക്കാനുള്ള സംഭവങ്ങളാണ് നിങ്ങളാ കാണുന്നത് കേട്ടോ. ആ വണ്ടി കണ്ടപ്പോൾ ലാലേട്ടനെയും നമ്മുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഓർമ്മ വന്നപ്പോൾ ചെറിയ നമ്മുടെ നാടിനോട് രൂപസാദൃശ്യമുള്ള പോലെ തോന്നിയില്ലേ. ആക്ച്വലി സ്ഫടികത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പിടിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലാണ് അത്രേ. ഈ വരന്തരപ്പള്ളി പാലക്കിലെ റൂട്ടിൽ.
ശനി ഞായറാണ് എനിക്ക് ഏറ്റവും തിരക്കുള്ള ദിവസം. കാരണം ഒരു 2:45 ശ്രീകുട്ടൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ പിന്നെ വൈകുന്നേരം ആവും അവനായിട്ടൊരു ഡിസ്ജോയിൻറ്റ് വരാൻ വേണ്ടിയിട്ട്. അതായത് അവന് ശനി ഞായറാണ് കേട്ടോ സ്കേറ്റിംഗ് ക്ലാസ് ഉള്ളത്. ആ ദിവസമാണെങ്കിൽ നമുക്കൊരു ഗസ്റ്റും ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് കുറച്ച് തിരക്കായി പോയി. കണ്ടിന്യൂസ്ലി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എങ്കിലും ശ്രീകുട്ടനെ സ്കേറ്റിംഗ് ക്ലാസ്സിലൊക്കെ ആക്കി തിരിച്ച് നമ്മളിത് കുറച്ച് അക്കാണോ പൊക്കാണോ ഒക്കെ ആയിട്ട് ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ടുവിട്ടിട്ട് പോയി കേട്ടോ. ചേച്ചി സംഘത്തിന് പോയിരുന്നോ? അങ്ങനെ ഒല്ലൂർ വീട്ടിൽ കുറെ വിശേഷങ്ങൾ പറഞ്ഞിരുന്ന് ഒരു കുളി കുളിച്ചിട്ട് വരാം. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. കുളിയൊക്കെ കഴിഞ്ഞു. എൻ്റെ നെയിൽ ആർട്ട് പെറ്റിയാണ് നെയിൽ ആർട്ട്. കയ്യും കാലും വൃത്തിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളൊരാളെ കാണുമ്പോൾ അയാൾക്ക് വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈമിക്കും കാൽമിക്കും ഒക്കെ നോക്കിയാൽ മതി. അത്ര അത് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളിനി നോക്കാറുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നഖം വളർത്താറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൈയിൻ്റെ അടിയിലും ഓരോ കാലിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വിട്ടു പോകുന്നുണ്ട്. അതായത് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ ഒരേ യൂണിഫോമിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒട്ടിപ്പ് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു നെയിൽ ആർട്ട് ബോക്സ് ഉണ്ട് എനിക്ക്. അതാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതിന് ആപ്റ്റായിട്ടുള്ള നഖങ്ങൾ, അക്രിലിക് നഖങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുക്കണം. അമ്മയുടെ വരുമ്പോ ചെറുതാക്കി നീളം കുറഞ്ഞത് ചെയ്യാട്ടോ മോനെ. നീളമുള്ളത് ചെയ്താലേ അമ്മക്ക് പച്ചക്കറി കടയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. വാരരണേ ചാക്കി. ഞാനിപ്പോ ചോദിച്ചപ്പോ പറഞ്ഞു അമ്മയ്ക്ക് അത് വേണ്ട ഉണ്ണിയെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുട്ടാ. ഇപ്പൊ പറയാ ആൾക്കത് വേണമെന്ന്. ഈ വലുതാവും തോറും പിള്ളേര് ഇങ്ങനെ സ്വഭാവം ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പോലെ ആവുന്ന അറിയില്ലേ, അതാണ് അമ്മ. എന്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെയൊന്നുമില്ലല്ലോ. ഞങ്ങൾ എന്നിട്ട് ചെയ്യാന്നറിയോ, മറ്റേ മധുരം ചേമ്പിന്റെ മധുരക്കിഴങ്ങല്ല മധുരം ചേമ്പ് ഇങ്ങനെ, അതായത് നമ്മുടെ ചെമ്പകത്തിന്റെ അതിമൊരു ചോപ്പ് പൂണ്ടാവും. നല്ല ചോപ്പയാ, അതിന്റെ പൂ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ നാവുമ്പോ എന്തൊരു ഭാഷ ചേച്ചിക്കും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ തുന്നണം. മോൾക്ക് തീരെ പറ്റില്ല. എനിക്ക് പിന്നെയും പറ്റും. എനിക്കത് ശീലായി. നമ്മളത് ശീലിച്ചാ കുഴപ്പമില്ല കേട്ടാ. പക്ഷെ നമ്മൾ എന്നൊന്നും വെക്കരുത്. നമ്മുടെ നഖത്തിന്റെ ആ ഒരു കോലം അങ്ങോട്ട് ഇടും. ഭയങ്കര ബ്രിട്ടിലാവും നമ്മുടെ നഖം. ഭയങ്കര എന്താ പറയാന്, സ്മൂത്ത് ആവും. കല്യാണത്തിനൊക്കെ പോകുമ്പോ നേക്കൊക്കെ വേണമെന്നുള്ളവർക്കേ മറ്റുള്ളവരെ കൈമ നേക്കൊക്കെ കാണുമ്പോ നിങ്ങൾക്കും തോന്നാറില്ലേ? ചെറുതായിക്കോട്ട് ചില തീരെ പോവാത്തത് ഞാൻ എല്ലാവരും വെട്ടി കളഞ്ഞോണ്ടോ കുറച്ച് വെച്ചിട്ട് ഇത്രക്ക് വെച്ചാൽ മതി. എന്റെ പൂവോ ഇങ്ങനെ അലക്കൊക്കെ ചെയ്യില്ലേ വെച്ചാൽ മതി. അങ്ങനെ ചേച്ചി വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് ബാക്ക് ടു നമ്മുടെ ഒട്ടിക്കൽ പരിപാടിയിലേക്ക് വരാം. നിങ്ങളത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നഖം വളർത്താനൊന്നും പറ്റില്ല. ചിലർക്ക് നഖം വളർത്തി ഒടിഞ്ഞു പോകും. ചിലർ എൻ്റെ പോലെ മണ്ണിലും ചെടി നടലും ഒക്കെ ആയിട്ട് ഇതെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. പിന്നെ മണ്ണിൽ കൈയിട്ട് മാന്തുമ്പോൾ എന്തായാലും ഒടിഞ്ഞു പോകുമല്ലോ. ചേച്ചി ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഗ്ലൂവും ഇതിനുപയോഗിച്ച സാധനങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. ഈ മെറൂൺ കളറുള്ള നൈക്കയുടെ ഈ ഒരു നെയിൽ പോളിഷ് എൻ്റെ ഫേവറേറ്റാണ്. ഇതാകുമ്പോഴേ ജെൽ നെയിൽ പോളിഷ് പെട്ടെന്ന് തന്നെ ഉണങ്ങും. കണ്ട കൈക്കൊരു പ്രത്യേക ഭംഗിയൊന്നുമില്ലേ? നല്ല ഭംഗിയുള്ള കൈകൾ. വാമാ ഒരു ഭംഗിയില്ലാത്തത് നീ ഭംഗിയാക്കിട്ട് കാണിച്ചേട്ടാ. എന്റെ മോളത് ഭംഗിയാക്കി. ഷോർട്സ് ആയിട്ട് ഉടനെ ഈ ഒട്ടിക്കൽ പരിപാടി ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തും കൊടുക്കാം. ഒരാൾക്ക് ഒരാൾ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള അനുവാദം കൊടുക്കലാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കാര്യം. പക്ഷെ നീളത്തിൽ കുറയ്ക്കും. അമ്മ കുറച്ച് ഇടിവെട്ട് കളറിൻ്റെ ആളാണ് കേട്ടോ. അപ്പം ഞാനൊരു മെറൂണും അമ്മ ദേ കണ്ടു ഒരു പച്ചയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അവരെന്തായാലും അവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കട്ടെ. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ എല്ലാ ജീവികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനെയും ഒക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യാണ്ട് ഇങ്ങനെ അഴിച്ചു വിടാം. വാവ്, എന്ത് നല്ല ജീവിതം. എന്തായാലും ചേട്ടച്ചൻ വന്നിട്ടുണ്ട്. ചേട്ടച്ചൻ വന്നപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസൊക്കെ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. ചേച്ചി ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഒല്ലൂർ എത്തിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം
ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലാണ് പതിവ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വേറെ കുറച്ച് അൽത്തൂലത്ത് പരിപാടികളുണ്ട്. നാളെ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഓൾട്ടർ ചെയ്യണം, തേക്കണം. അങ്ങനെ എങ്ങടെയെങ്കിലും പോണേക്കാളും മുന്നേ നമുക്കുണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാവില്ലേ. കുറേ നാൾ കൂടിയിട്ടാണ്, അല്ല ആദ്യമായിട്ടാണ് ഞാനും ചേച്ചി അമ്മയും മാത്രമായിട്ടൊരു ട്രിപ്പിനൊക്കെ പോണത്. ഞങ്ങളുടെ കൂടെ വേറെയും ഇതുപോലെ പെൺപടയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കൊടുത്ത ഡ്രസ്സുകളൊക്കെ വെച്ച് നോക്കിയിട്ട് ചേച്ചി പറഞ്ഞ പരാതി, നിനക്ക് എന്താ കറുപ്പ് കളറിൽ, അതായത് ബ്ലാക്കിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോന്ന്. കമന്റ് ബോക്സ് മുഴുവൻ സുജേ 3D പോലെ ഉണ്ട് നടന്ന് കണ്ടത്. അത് 3D പോലെ ഉണ്ട് ചേച്ചിയാ. 3D ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് 3D ബെഡ്ഷീറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല മക്കളെങ്കിലും ഞാനാളെ 3D ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് മനസ്സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നമ്മുടെ വീട്ടിൽ ഫിറ്റഡ് ബെഡ്ഷീറ്റ് നിരത്തിലിറങ്ങി അന്നോട്ടേ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. കാരണം ഇത് ഇട്ടുണ്ടെങ്കിൽ ഇട്ടാൽ കിടക്കും എന്ന് പറയുന്ന ഒരു രീതിയില്ലേ, അതിലാണ് കേട്ടോ. അങ്ങോട്ട് തെന്നി മാറുമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സിബിനൊക്കെ ഇതിൻ്റെ കവറിനൊക്കെ സിബുണ്ട്. അത് കാരണം നമ്മുടെ പില്ലോ അതിൻ്റെ ഉള്ളിൽ സെറ്റായിട്ട് ഇരുന്നോളൂ. ഇത് നമ്മുടെ വീട്ടിൽ സോഫ സെറ്റിൽ മേടിച്ചിട്ടുണ്ടായിരുന്ന കവറാണ് കേട്ടോ. അത് കിട്ടിയ സന്തോഷമാണ് ഡാൻസിലൂടെ അറിയിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചേച്ചിയുടെ ഒരു മുഖം മാത്രമല്ല കണ്ടിട്ടുള്ളൂ, പക്ഷെ ഞങ്ങളുടെ ഏറ്റവും ഡേഞ്ചർ ഞങ്ങളുടെ ചേച്ചിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ചുമ്മാതാട്ടോ. അതിൻ്റെ അടിയിൽ അമ്മ വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കാര്യങ്ങളൊക്കെ തപ്പി നോക്കുന്നുണ്ട്. ബെഡ്ഷീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതാണ് അമ്മ അത് തപ്പി നോക്കുന്നത് കേട്ടോ. അമ്മയ്ക്കുള്ളത് പൂരത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ കുറച്ച് നാൾ മുമ്പ് ചേച്ചി പറഞ്ഞപ്പോഴാണ് കണ്ടത്. അങ്ങനെ ആൾ മേടിക്കാൻ പറഞ്ഞ് ഓർഡർ തന്ന ഐറ്റമാണ് കേട്ടോ അത്. ഇതെന്തിനാണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചേച്ചിയുടെ വീടിൻ്റെ സിങ്കിൽ ആ ഒരു തിട്ടയുണ്ടല്ലോ, അതില്ല, അതൊരു സെപ്പറേഷൻ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കൈ കഴുകുമ്പോഴും പാത്രം കഴുകുമ്പോഴൊക്കെ വെള്ളം മേത്തേക്ക് ഇങ്ങനെ സ്പില്ല് ചെയ്യും. ആ സമയത്ത് നമുക്ക് സ്പില്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവരണമാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മേത്തേക്ക് തെറിക്കുന്നത് സ്റ്റോപ്പ് ആയിക്കോളൂ കേട്ടോ. മാത്രമല്ല നമ്മുടെ ഡ്രസ്സൊന്നും അങ്ങനെ അങ്ങോട്ട് അഴുക്കാവില്ല, സ്പോയിലാവില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സിലിക്കോണിൻ്റെ ഒരു സംഭവമാണിത്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇത് നമ്മുടെ വീട്ടിൽ ഒരെണ്ണം മേടിച്ച് വെക്കണം. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വെള്ളം അങ്ങോട്ട് കവിഞ്ഞ് ചാടില്ല നമ്മുടെ മേത്തേക്ക്. പിറ്റേ ദിവസം കാലത്ത് നെട്ടോട്ടോടുന്ന ചേച്ചിയും ട്രിപ്പിന് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റോടെ നിങ്ങളോട് ബായ് പറയുന്ന ശ്രീയുമാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു കുഞ്ഞ് ട്രാവലറിലാണ്. നമ്മൾ 10-16 പേരേ ഉള്ളൂ. വളരെ കുറച്ച് പേരുള്ള ഭയങ്കരമായ ഒരു എൻജോയ്മെന്റ് ട്രിപ്പ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുലർച്ചെ 4 മണിക്ക് ഇരുട്ടായ കാരണം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലല്ലോ. അത് കാരണം കൊണ്ട് ഞാൻ അങ്ങ് കിടന്നുറങ്ങി. വണ്ടിയിലുള്ള എല്ലാവരും ഉറങ്ങി. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഞങ്ങൾ പതുക്കെ ഒരു മസാല ദോശയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കുട്ടി ഹോട്ടലിൽ കയറി കേട്ടോ. അവിടെ ചെന്നപ്പോൾ പൂരി ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ നാട്ടിലും കാലത്ത് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുക എന്നുള്ളത് കമന്റ് ബോക്സിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ ചെന്നപ്പോൾ അനുഭവിച്ചറിഞ്ഞു കേട്ടോ. നമുക്കിവിടെ മസാല ദോശ നമുക്കിവിടെ കാലത്ത് കഞ്ഞി 10 മണിയൊക്കെ ആകുമ്പോൾ കഞ്ഞി പണിക്ക് പോകുന്നവർക്ക്, അല്ലെങ്കിൽ പുട്ട്, ഇഡ്ഡലി, കടല, ഈ വക സംഭവങ്ങളൊക്കെ, അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പലഹാരങ്ങൾ കിട്ടണം. ഇവിടെ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫും ചിക്കനും ഒന്നും കാലത്ത് ഞങ്ങൾക്ക് പോവില്ല. അതൊക്കെ ഞങ്ങളുടെ 4 മണി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡിന്നർ പരിപാടികളൊക്കെയാണ് കേട്ടോ. നമ്മൾ വേങ്ങര കേച്ചേരിപ്പടി വില്ലേജ് ഓഫീസിൻ്റെ ഉള്ള ഒരു സ്ഥലത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചേട്ടൻ അടിപൊളിയായിട്ട് പൊറോട്ട അടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ നെയ് റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ചേച്ചിമാര്, ഞങ്ങളുടെ ടീം. 2 പിള്ളേരുണ്ടായിരുന്നല്ലോ. ഇതാണ് ഞങ്ങളുടെ പെൺപട എന്ന് പറയുന്നത്. 2 പിള്ളേരുണ്ട്. അവർ ഏതോ ചേച്ചിമാരുടെ മക്കളാണ് കേട്ടോ. ഇവരെല്ലാവരും ഞാൻ അറിയില്ല, കുറച്ച് പേരെ അറിയുള്ളൂ. അവിടെ നിന്ന് ഒരു ഏലാദിയൊക്കെ മേടിച്ച് പതുക്കെ എൻജോയ് ചെയ്ത് ഇനി ചേച്ചിമാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് വേണം മുന്നോട്ട് പോവാൻ. വലിയൊരു മല കയറി ഞങ്ങൾ പോയത് മിനി ഊട്ടിയിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയിട്ടുള്ള കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ ക്വാറികളൊക്കെ ആയിട്ട് മലയൊക്കെ കയറി നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാ ഈ കാണുന്ന സ്ഥലത്താണ്. മിനി ഊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇതുപോലത്തെ കുന്നുമലയാണ് കേട്ടോ. ഇത് ഇറങ്ങിയ സ്ഥലമാണ്. ആലത്തൂരിൽ നിന്നാണല്ലേ.
നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് മെമ്പേഴ്സിനെയൊക്കെ അവിടെ കണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ ഓടി വന്ന് കുറേ സംസാരിച്ചു, സന്തോഷമായി. മിനിയൂട്ടിയിലെത്തിയപ്പോൾ ഒരു അപ്പാപ്പനെ കണ്ടു. ഞാനും ചേച്ചിയും പിന്നെ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു അമ്മയുടെ കൂടെ. ഈ കാണുന്ന പ്രദേശത്തുള്ള ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ചേച്ചിമാരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ലേഡീസ് ട്രിപ്പൊക്കെ പോണത് നല്ലതാണ് കേട്ടോ. നമുക്ക് മാത്രമായിട്ട് ബാധ്യതകളൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നിമിഷം ഉണ്ടല്ലോ. അയ്യോ അമ്മയ്ക്ക് കയറാൻ പറ്റുമോ? താഴത്തേക്ക് നോക്കാണ്ടിരുന്നാ മതിയില്ലേ? താഴത്തേക്ക് നോക്കാൻ പറ്റില്ല ഗൈസ്, ചെറുതായിട്ടൊരു ഭയം. പേടിയാവണ്ടാ അങ്ങനെ ഇറക്കണി? വേണ്ട, അമ്മ നേരെ അമ്മ നിക്കണോക്ക്. കയ്യിലിരിക്കുന്ന കാശ് പാലത്തിന്റെ ഭാഗത്തോടെ ആകാശത്തേക്ക് നോക്കിയാ മതി. ആരും താഴത്തേക്ക് നോക്കില്ല. കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യാട്ടാ. നോക്കില്ലടാ. അയ്യോ ചേച്ചി, ഞങ്ങളുടെ സാരഥിയും അതുപോലെ തന്നെ ദാക്ഷി ചേച്ചിയുടെ മോനുമാണ് കേട്ടോ, കണ്ണനുമാണ് ഉണ്ടായിരുന്നത് ആൺതരികളായിട്ട്. അവനാണ് കുറേ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്ത് തന്നത്. ഞങ്ങൾക്ക് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു. ആദ്യം നമുക്കൊരു പേടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് സെറ്റ് ആകും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഈ കാഴ്ച ഇങ്ങനെ കണ്ടപ്പോൾ ഭാഗ്യനെയും ശ്രീകുട്ടനെയും കുഞ്ഞനെയും വേട്ടായിനെയും അച്ഛനും നന്നായിട്ട് മിസ് ചെയ്തു. നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള യാത്രകൾ പോകാറുള്ളത്, പക്ഷെ ഇങ്ങനെയും ചില നിമിഷങ്ങൾ അനിവാര്യമാണ്. സാരഥിയാണ്. കുറച്ചു നേരം പേടിയാവുള്ളൂ കേട്ടാ, പിന്നെ നമ്മൾ ഓക്കെ ആവും. പിന്നെ കുറച്ചു നേരം നമുക്ക് വലിയ കുഴപ്പമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ താഴത്തേക്ക് നോക്കുമ്പോ ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. പക്ഷെ പേടി വന്നാ പിന്നെ നമുക്ക് പോവാൻ പറ്റുന്നില്ലേ മുന്നിലേക്ക്. ആദ്യം കേറുമ്പോഴുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ സെറ്റ് ആയിക്കോളും. ഞങ്ങള് ആദ്യത്തെ വട്ടം അവിടെ പോയിട്ട് ഇങ്ങോട്ട് വീണ്ടും ഇതിൽ കുറേയൊക്കെ ചേച്ചിയുടെ കസിൻസാണ്, പിന്നെ കുറേയൊക്കെ ചേച്ചിയുടെ കുടുംബശ്രീയിലുള്ള ചേച്ചിമാരൊക്കെയാണ് കേട്ടോ, അല്ലാത്തവരുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബാധ്യതകളൊന്നും ഇല്ലാതെ കുറച്ച് നേരം അടിച്ചു പൊടിച്ച് ഞങ്ങളുടേതായ കുറച്ച് നിമിഷങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. ഈ ബേർഡ് ഫീഡിങ് സെക്ഷൻ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കേജിൻ്റെ ഉള്ളിൽ കുറേ തത്തകളുണ്ട്. നമ്മുടെ കയ്യിൽ അവർ കുറച്ച് സീഡ്സൊക്കെ തരും. നമ്മുടെ ഈ ഒരു എന്താ പറയുക, സൂര്യകാന്തിയുടെ വിത്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ തരിക. എന്നിട്ട് അവർ അതിൻ്റെ ഉള്ളിലത്തെ വിത്ത് മാത്രം കഴിച്ചാൽ അതിൻ്റെ തോട് നമ്മുടെ കയ്യിൽ തന്നെ ഇടുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ വലിയ വലിയ തത്തകളെയും ഇതിനെന്താണ് പറയുക, എനിക്കൊരു പേര് ഓർമ്മയുണ്ടായിരുന്നു, അത് ചേച്ചിയുടെ തലയിലിരുന്ന് ചേച്ചിന് ഉമ്മ വയ്ക്കുന്നു. ആക്ച്വലി ഈ ചേച്ചിമാരൊക്കെ കുറേ നാളായിട്ടില്ല, ജീവിതത്തിലൊക്കെ വല്ലപ്പോഴും യാത്ര പോകുന്നവരാ. വല്ലപ്പോഴൊന്നും പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയും വിരളമായി പോകുന്നവരാ. അവരുടെ നല്ല തളവേണ്ടി തൊടാൻ പറ്റുമോ? ചീനിലിട്ടറി അയ്യോടിയേ പാവണ്ട
ഭയങ്കര ചെറിയ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, അതിന് കുറച്ചും കൂടി അമ്മയ്ക്ക് ഭയങ്കര ധൈര്യ. അത് വളഞ്ഞു തിരിഞ്ഞ് കിടക്കണില്ലേ നമ്മ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് 100-350 രൂപ നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ ഓരോരോ റൈഡുകൾ, ഒരു 7 റൈഡുകൾ അതിലെങ്ങാണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എക്സ്ട്രാ പണം അടച്ചാലാണ് പിന്നെ വേറെ റൈഡുകളിലൊക്കെ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് മൃഗങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്ര മാത്രം ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ആ ഗ്ലാസ് ബ്രിഡ്ജ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നി. ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞി കാളയുണ്ടല്ലോ, ഇതുണ്ടായിരുന്നു. ഇതാണോ യെച്ചൂരി? അല്ലേ, ഞാൻ യെച്ചൂരി കൊണ്ട് വേറെയാണ് കണ്ടിട്ടുള്ളത്. ഭയങ്കര കുള്ളനാണ് ഇത്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് നമ്മൾ മറൈൻ അക്വേറിയം കാണാനാണ് പോകുന്നത്. നമ്മുടെ ചാവക്കാടിലായിരുന്നു ഞാൻ പോയിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊതുവെ നമ്മൾ കാണൽ കുറവാണല്ലോ, മുറ്റത്ത് മുല്ലയ്ക്ക് മണല്ല എന്ന് പറയണ പോലെ. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ മലപ്പുറം മൊത്തത്തിൽ അങ്ങോട്ട് കാണാമെന്ന് തോന്നുന്നു. അങ്ങനെ ഏറ്റവും ടോപ്പിൽ കയറി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ട് നിന്നു. ഇതിങ്ങനെ ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാനും നമുക്കിപ്പോൾ എന്താ പറയുക, ഒരുപാട് ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു അടിപൊളിയായിട്ടൊരു ഡേ, വേറെ ചിന്തകളൊന്നും ഇല്ലാത്തൊരു ഡേ എന്ന് പറയില്ലേ, കുറച്ച് ചിരിച്ച് കളിച്ച് പാട്ടുപാടി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഒരു ഡേക്ക് വേണ്ടി പോയതാണ് കേട്ടോ. കുറേ നാളായി മക്കളൊന്നും ഉണ്ടായപ്പോൾ തന്നെ, ശ്രീകുട്ടനൊന്നും ഉണ്ടായപ്പോൾ തന്നെ 10-12 കൊല്ലമായിട്ട് ഒറ്റയ്ക്കൊന്നൊരു യാത്ര ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇനി പതുക്കെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കുഞ്ഞു യാത്ര പോയപ്പോഴും പേടിച്ച് ചത്തായിരുന്നു കേട്ടോ ചേച്ചിമാരൊക്കെ. പിന്നെ നമ്മൾ അക്വേറിയം കാണാൻ പോയി. ആ കുട്ടി മീശയൊക്കെ ഉണ്ട്, പക്ഷെ വയറുണ്ട്. അപ്പൊ ഗർഭരണം അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ ഇനി SM സ്ട്രീറ്റ് മിഠായി തെരുവിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ മിഠായി തെരുവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ധാരാളം മിഠായികളുള്ള, ധാരാളം അലുവകളൊക്കെ ഉള്ള ഇത് ഞങ്ങളുടെ എനർജി ബൂസ്റ്റർ ദക്ഷ ചേച്ചി. അങ്ങനെയുള്ള ഹൈലൈറ്റ് മാളിൽ പോയിട്ടോ. നമ്മുടെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ളതാണ് നമ്മുടെ കോഴിക്കോടത്തെ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. ഗംഭീര ഹൈലൈറ്റ് മാൾ കാണാൻ തന്നെയുണ്ട്. കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ AC ഇങ്ങനെ കറങ്ങി അടക്കാൻ ചിൽ ആൻഡ് വൈബ്. ഒരുപാട് ബ്രാൻഡുകളുണ്ട്, അത് കാരണം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാം. പിന്നെ കുറേ ചേച്ചിമാർ നമ്മുടെ ഇവിടെ ഉള്ളവരൊന്നും ഇങ്ങനെ മാളുകൾ വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇതാ നല്ല ഭംഗിയിലുള്ള ബഹുവർണ്ണത്തിലുള്ള ബഹുനിറമുള്ള ലഡുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ അവിടുത്തെ നെസ്റ്റോയിൽ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ രുചിക്കാത്ത കാണാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുള്ള കാരണം കൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്ന് കുറേ ബ്രാൻഡുകളിൽ കയറി. പിന്നെ കുറേ ബ്രാൻഡുകളിൽ നിന്ന് ഒന്നും മേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ അതിനുള്ള ബഡ്ജറ്റായിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചേച്ചിമാരെ കാണിക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിമാരൊക്കെ കണ്ടു, അവരെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ടൊരു ദിവസം കൂടി എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കറങ്ങി നടന്നു. സ്റ്റുഡിയോയിലൊക്കെ കയറി
കയറി. നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡിയോകളേക്കാൾ കൂടുതൽ സാധനങ്ങളുള്ള വലിയൊരു സ്റ്റുഡിയോ ആയിരുന്നു നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. കുറച്ച് നേരം ഇരുന്നപ്പോൾ അമ്മ മടുത്തു കേട്ടോ. പിന്നെ എത്തിപ്പെട്ട അവിടെ വരെ ഓക്കെ ആയിരുന്നു ട്രിപ്പ്. പിന്നെ എത്തിപ്പെട്ട സ്ഥലമാണ് എൻ്റെ മക്കളെ, മിഠായി തെരുവ്. ഇവിടെ ഒരു മിഠായി പോലും എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, എന്തൊരു തിരക്കാടോ. എനിക്ക് പൊതുവെ തിരക്ക് ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ ഇത് ഗംഭീര തിരക്ക്. അമ്മയുടെ മുഖം ഇരിക്കണുണ്ടോ? അപ്പം പറയാം ഒന്നും വേണ്ട, ഒന്നും പേടിക്കണ്ട, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും അങ്ങനെ നിന്നിരുന്ന കേട്ടോ. അപ്പം നമ്മൾ ഒന്നും മേടിച്ചൊന്നുമില്ല, എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒടുക്കത്തെ വെയിലും ഞാനങ്ങനെ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പൊള്ളുണ്ടായിരുന്നു. പിന്നെ എന്തായാലും കോഴിക്കോട് വരെ വന്നതല്ലേ, കോഴിക്കോട് അലുവ മേടിക്കാണ്ട് ഇങ്ങനെ പൂന്തി വെച്ചു. ഒരു ഇക്കാൻ്റെ കടയിൽ കയറി അലുവ മേടിച്ചു. അത് കഴിഞ്ഞ് പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തംകുളത്തി പട എന്ന് പറഞ്ഞ പോലെ KLF-ന്റെ പരിപാടി സുനിത വില്യംസ്, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ്, പിന്നെ ഷെഫ് പിള്ളേ സാറ്, ജോസഫ് ഒക്കെ വന്നിരിക്കുന്ന പരിപാടികളായിട്ട് ദാ കാണുന്ന കൂടാരത്തിൻ്റെ ഉള്ളിൽ ഗംഭീര തിരക്ക്. അവിടെയാണെങ്കിൽ ചുറ്റും ആൾക്കാർ, കടൽ തീരം ആളുകളാൽ എന്താ പറയുക മുഖരിതമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മുഖരിതം ചോദിച്ചാൽ ശബ്ദം റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും സൺസെറ്റും ഒക്കെ കാണാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. ഉച്ചവരെ അടിച്ചു പൊളിച്ച് പോയിരുന്നുണ്ടെങ്കിലും ഉച്ച കഴിഞ്ഞപ്പോൾ കുറച്ച് തിരക്കിലേക്കാണ് നമ്മുടെ യാത്ര നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു തീഗോളം കടലിലേക്ക്, ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ മറയുന്നത് നോക്കി നിന്ന് ഞങ്ങളുടെ ട്രിപ്പും അവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. വരുന്ന വഴിക്ക് കുറേ ഡാൻസൊക്കെ കളിച്ച് ചേച്ചിമാരുടെ കൂടെ അടിച്ച് പൊളിച്ച് ഒരു ദിവസം കുറേ ആൾക്കാരെ പരിചയമുള്ളവരെ കാണാൻ പറ്റി എന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളും വീഡിയോകളും യാത്രകളും ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ, അതും ഇന്നെൻ്റെ ചേച്ചിമാരോടൊപ്പം. ടാറ്റാ, ബൈ.